Fourth question. Write a program to create a 3x3 matrix and display the diagonal elements separately. Okay, 3x3 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ നമുക്കറിയാം അതിൽ ഡയഗണൽസ് ഉണ്ട്, പ്രിൻസിപ്പൽ ഡയഗണൽസും വരുന്നുണ്ട്, ഓഫ് ഡയഗണൽസും വരുന്നുണ്ട്. ഇവിടെ പ്രിൻസിപ്പൽ ഡയഗണൽസ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അറേ വെച്ചിട്ടാണ്, 2 ഡയമെൻഷണൽ അറേ വെച്ചിട്ടാണ്. ഇത് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ ലൊക്കേഷനും റോസും കോളംസും വെച്ചിട്ട് ഇൻഡെക്സ് വാല്യൂ വരും. 0 0 0 1 0 2 ഇങ്ങനെ പോകും. ഓക്കെ, 3x3 മെട്രിക്സ് പറയുമ്പോൾ 0 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 1 0 2 ഫസ്റ്റ് റോ കടിഞ്ഞു. അതായത് 0 0 ആയിരുന്നു ഏറ്റവും ടോപ്പിൽ എൻഡിൽ വരുന്ന ലൊക്കേഷനാണ് 0 0. സെക്കൻഡ് റോ എടുക്കുമ്പോൾ 1 0 1 1. നേരത്തെ 0 0 ആയിരുന്നു ഏറ്റവും ടോപ്പിൽ വരുന്നത്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലിമെന്റ് ആയിട്ട് വരുന്നത് 1 1 then 1 2. തേർഡ് റോ എടുക്കുമ്പോൾ 2 0 2 1. ആ ഡയഗണൽസ് കണ്ടോ, 0 0 1 1 2 2. അതായത് ഡയഗണൽ എലിമെന്റ്സ് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. റോ നമ്പറും കോളം നമ്പറും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് 2 ലൂപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫോർ i equal to 0 i less than m i plus plus. ഫോർ j equal to 0 j less than n j plus plus. ഓൾമോസ്റ്റ് എല്ലാവരും ഐയും ജെയും വെച്ചിട്ടാണ് ആ ഒരു ലൂപ്പ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഐയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് ജെയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് ഫസ്റ്റ് ലൊക്കേഷൻ കിട്ടും. i equal to 1 j equal to 1 എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ലൊക്കേഷൻ, അതായത് ഡയഗണലിൽ സെക്കൻഡ് എലമെന്റ് കിട്ടും. i equal to 2 j equal to 2 ആകുന്ന സമയത്ത് തേർഡ് വാല്യൂ കിട്ടും. ആ വാല്യൂസ് ഐയും ജെയും ഈക്വലായി വരുന്ന വാല്യൂസ് മാത്രം എടുക്കുക, അത് പ്രിന്റ് ചെയ്യുക. സോ പ്രോഗ്രാം എഴുതുമ്പോൾ 2 ലൂപ്പ് ഇടുക, അതിനകത്ത് ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഐയും ജെയും ഈക്വൽ ആവുന്ന കേസ് i equal to j, ആ കേസിൽ മാത്രം പ്രിന്റ് ഇടുക, അല്ലാത്ത കേസൊന്നും എടുക്കണ്ട. സിമ്പിൾ ഇഫ് മതി. i equal to j ആണെങ്കിൽ ആ വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. ഇഫ് പാർട്ട് മാത്രം മതി, എൽസിന്റെ ആവശ്യം വരുന്നില്ല. ഇഫ് i equal to j ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാം.